ഹാക്കിം റെസ്റ്റോറൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിന്നൊരു ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഫാൻറ്റേലുള്ളൊരു ലോഫ്റ്റാണ് ഇന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യ ലോഫ്റ്റ് വിസിറ്റ് വീഡിയോ ആണ്. നല്ലൊരു ഫ്രണ്ട്ലി മൈൻഡിൽ നമ്മുടെയൊക്കെ കൂടെ എന്നും എന്താവശ്യം നമ്മളോട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മഹേഷ് ഏട്ടൻ്റെ ലോഫ്റ്റാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നപ്പോൾ എത്തിപ്പെട്ടത് നമ്മുടെ മഹേഷൻ്റെ അടുത്താണ്. അപ്പോൾ മഹേഷൻ്റെ അടുത്ത് ഒരുപാട് ഫാൻറ്റേൽസ് ഉണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫാൻറ്റേലുള്ളൊരു കളക്ഷൻ, ആക്ച്വലി ഫാൻറ്റേലുള്ളൊരു ഫാമിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പോൾ നമ്മുടെ മഹേഷൻ്റെ ഫാമിലി എത്തി. ഇനിയിപ്പോൾ മഹേഷനെയും മഹേഷൻ്റെ പ്രാവളെയും അതിലൂടെ ഒരുപാട് പപ്പീസും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പരിചയപ്പെട്ട് മഹേഷൻ്റെ മെയിനായിട്ട് എന്താണോ മഹേഷിൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഇവിടെ ഒരുപാട് ബേഡ്സുകൾ കൊടുക്കാണ്ട് അതിനെയൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ചേൻ്റെ വിശേഷങ്ങളും അപ്പോൾ ചേൻ്റെ പ്രാവളയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ കേൾക്കുന്നത്. അപ്പോൾ ചേൻ്റെ അടുത്തുള്ള എന്തൊക്കെ വെറൈറ്റി ബേഡ്സ് എല്ലാം ഉണ്ടെന്ന്, അതുപോലെ തന്നെ ചേൻ്റെ ഇപ്പോൾ എത്ര വർഷമായി ഈ പ്രാവ് മേഖലയിലേക്ക് വന്നിട്ട്, അതുപോലെ തന്നെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ ചേൻ്റെ അടുത്ത് നിന്ന് ബേഡിന് വാങ്ങുന്ന ആളുകൾ ഇന്നും ബേഡിന് വാങ്ങിക്കുന്നുണ്ടോ, അതുപോലെ ചേട്ടന് ഇവിടെ അസുഖവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, അതിനൊക്കെ പറ്റിയുള്ള മൊത്തത്തിൽ നല്ലൊരു വിവരണം നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മളെ പ്രേക്ഷകർ ഒരുപാട് പേര് ചേട്ടൻ്റെ പ്രാവിന് വാങ്ങണവരുണ്ട്. ചേട്ടനെ മുമ്പേ പരിചയമുള്ള ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ചേട്ടനൊരു പുതുമയല്ല, എന്നാലും ചേട്ടനെ മറ്റുള്ളവരുടെ ഇത് വെച്ചിട്ട് ചേട്ടൻ വലിയ സംഭവമാണ് ഞങ്ങൾക്ക്. അത് ചേട്ടനക്ക് എത്തിപ്പെടാൻ എന്നുള്ള ഞങ്ങളുടെയൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അത് ചേട്ടൻ്റെ വിശേഷങ്ങളും ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകരൊന്ന് അറിയിച്ചു. എൻ്റെ പേര് മഹേഷ് എന്നാണ്. ആലപ്പുഴയാണ് സ്ഥലം. ആലപ്പുഴ ജില്ലയിൽ തുമ്പോളിയാണ് സ്ഥലം. നമ്മളിവിടെ മെയിനായിട്ട് പ്രാവുകളുണ്ട്. അങ്ങനെ മെയിനായിട്ട് ഫാൻറ്റേൽസാണ് ചെയ്യുന്നത്. ഫാൻറ്റേൽസിൻ്റെ കുറച്ച് ഇതുണ്ട്. ഞാനിപ്പോൾ എന്താ പറയുക, നല്ല കളറുകളൊക്കെ സെയിലായിട്ടുണ്ട്. കുറച്ച് പ്രാവശ്യം ചിക്സൊക്കെ കൊടുക്കാനുണ്ട്, പൈസ കൊണ്ട്. പിന്നെ കുറച്ച് പോമറേനിയൻ പപ്പീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ എന്നാലും എത്ര വെറൈറ്റീസിലുണ്ടാവും ഫാൻറ്റേൽ? അതിന് അത്യാവശ്യം ഇന്ത്യൻ ഫാൻറ്റേൽസിന് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ആൽമണ്ട്, അതേപോലെ ഗ്രിസിൽ, ടൈഗർ, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ഈ ആൻഡലൂഷൻ കുട്ടികൾ അതേപോലെ ആൽമണ്ട് കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചേട്ടൻ സെയിൽ ചെയ്യണത്? ആൻഡലൂഷൻ പെർ പീസ് ആദ്യം 750 മതി. ഇപ്പോൾ അടുത്ത പീസ് 1000 വെച്ച് കൊടുത്തിട്ടുണ്ട്. 1000 വെച്ച് കൊടുക്കണേ. അതേപോലെ നമ്മൾ ആൽമണ്ട് കുട്ടി 3000 വെച്ച് പേർ കൊടുക്കും. പേറും 3000 വെച്ച്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ചേട്ടനിപ്പോൾ വിളിച്ച് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ ഹാക്കിം റെസ്റ്റോറൻറ്റ് വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല? അതൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ചേട്ടൻ ഇവിടെ കേജുകളും കാര്യങ്ങളൊക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും അത് എത്ര അളവിൽ എത്ര രൂപ വെച്ചാൽ കൊടുക്കണമെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. കേജ് എന്ന് വെച്ചാൽ നമ്മൾ മെഷ് ബെൻഡ് ചെയ്തിട്ട് അലുമിനിയം ഡോർ വെച്ച് ചെയ്യുന്ന കൂടാണ് ചെയ്യുന്നത്. അത് എന്ന് വെച്ചാൽ 1.5 അടി 1.5 അടി പൊക്കമുള്ള കൂട് 500 രൂപ. അതുകൊണ്ട് 500 തൊട്ട് മേലോട്ടുള്ള കൂട് നമ്മൾ ചെയ്യുന്നത്. 500 തൊട്ട് മേളിലൊക്കെ ഉണ്ട്. ഇപ്പൊ പ്രാവിനെ വളർത്താനും കിളികൾക്കും പപ്പീസിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് പറയാൻ നമ്മളെ ആൾക്കാർ പറയുന്നതനുസരിച്ച് കൂടുതൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ കൂടുതൽ ഇതുപോലത്തെ കേജസ് ചെയ്യുന്നത്. അലുമിനിയം ഡോറ് മെഷ് ബെൻഡ് ചെയ്തിട്ട് അതിനുണ്ട്. പിന്നെ കൊണ്ടുവന്ന ഫ്രെയിം അടിച്ചിട്ടെങ്കിലും വെക്കണം. നമുക്ക് നമ്മളിവിടെ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കും. അവരെ അടിച്ച് റെഡിയാക്കിയിട്ട് വെൽഡിങ്ങിന് പരിപാടിയൊന്നും ഇല്ല. നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുന്ന കൂടുതൽ ഉണ്ടാക്കുന്നത് അലുമിനിയം ഡോർ വെച്ച് ചെയ്യും. അത് ചേട്ടൻ ഉണ്ടാക്കിയ കൂടുകളൊക്കെ ഇവിടെ ഇപ്പം ഇരിപ്പില്ല. കിടക്കുന്ന അകത്തേക്ക് കൂടുതൽ കിടക്കും. ഇപ്പോൾ 2 അടി 2 അടി 1 അടി പൊക്കം. നമുക്ക് ഒരു പേരിനിടാം. ഇത് ഇത്തിരി കൺജസ്റ്റഡ് ആണ്, എന്നാലും കിടക്കും. ഞാനും ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ് കുറച്ച് വലിയ കൂടാണ് നല്ലത്. അപ്പോൾ ചേട്ടനിപ്പോൾ ഈ ഫാൻറ്റേൽ മേഖലയിൽ ഈ പ്രാവളത്തെ മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? ആദ്യം ഏത് പ്രാവിനെ ചേട്ടൻ വാങ്ങിച്ച് തുടങ്ങിയത്? അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയാം. ആദ്യം ഉണ്ടായ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് വളർത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു കുറച്ച് നാൾ ഗൾഫിൽ പോയിട്ട് തിരികെ ശേഷം 2018 ലാസ്റ്റ് ഉടനെ പ്രാവളത്ത് തുടങ്ങിയത്. നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മാഹിൻ ഭായി ആയിരുന്നു. റോയൽ മാഹിൻ ഭായി ആയിരുന്നു. ഒരു പേര് എന്താ പറയുക, നൺസ്. അതിലാണ് തുടങ്ങുന്നത്. ലാസ്റ്റ് ഫാൻറ്റേലോട്ട് കംപ്ലീറ്റ് ഫാൻറ്റേലായി. എല്ലാവർക്കും ഫാൻറ്റേൽസാണ് ആവശ്യം. മറ്റേ മാർക്കൗട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ഈ മാർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാർ കുറ്റം പറയുന്നതുകൊണ്ട് നമ്മൾ ഈ ഫാൻറ്റേലേക്ക് പിന്നെ ആർക്കും പിന്നെ ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇത്ര കാര്യം വരുന്നുള്ളൂ. നമ്മൾ ആദ്യം വാങ്ങിയ നെൻസ് എന്ന് പറയുന്ന ബേഡ് ഇപ്പം ഇവിടെ അവൈലബിൾ ആണ്. ആദ്യം വാങ്ങിച്ച ബേഡിന്റെ ഫീമെയിൽ ചത്തുപോയി. അതിന് മെയിൽ കിടപ്പുണ്ട്, അതിനെ കൊടുക്കത്തില്ല. മെയിൽ ഇവിടെ ഉണ്ട്. അത് നമ്മളങ്ങനെ ഞാനും ആദ്യം വാങ്ങിച്ചു തുടങ്ങിയ ബേഡ് സബ്ജാബറ ലാഹോറാണ്. ഇപ്പം ആ ബേഡ് നമ്മൾ അവരെങ്ങനെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടേക്കാണ്. അവരെ കൊണ്ട് അങ്ങനെ മുട്ടയിടിച്ച് കിട്ടുവാണെങ്കിൽ കിട്ടും, അല്ലാണ്ട് അവരതൊന്നും പറഞ്ഞാൽ നമ്മൾ നോക്കാറില്ല അവരുടെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ ബേഡുകളൊക്കെ ഒന്ന് കണ്ടാലോ? അതേപോലെ തന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം.
ആ മഹേഷേട്ടാ, അപ്പം നമ്മൾ ആദ്യം കാണാൻ പോണ ബേഡ് ഏതാണിത്? ഇത് സാൻഡലില് ഈ കല്ലിലിരിക്കുന്ന ഫീമെയിലാണ്. ആൽമണ്ട് വരുന്ന ഫീമെയിലാണ്. മെയിൽ വരുന്ന സാൻഡലാണ്. അവര് എഗ് ചെയ്ത് കുട്ടിയായിട്ടിരിക്കാൻ തോന്നല്ലേ? ഒരു കുട്ടിയുണ്ട്, ഒരു ചിക്സേ ഉള്ളൂ. കുട്ടിയുണ്ട്. ഇവരെന്താ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണോ? ഇവരുടെ 2 ക്ലച്ചിൽ ഓരോ കുട്ടികൾ വെച്ചിവിടെ കിടപ്പുണ്ട്. അവർക്ക് നമുക്ക് സെയിലിനായിട്ടുള്ള കുട്ടികളാണ്. സെയിലുള്ള ബേഡാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ അവസാനം നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ബേഡിനെ കാണാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അടുത്ത തന്നെ ബേഡ് ഒരു ബ്രീഡിംഗ് പെയറാണ്. എഗ്ഗിലാണ്. വൈറ്റിലും റെഡ് കളറിലെ ഡോട്ടും കാര്യങ്ങളൊക്കെ മുതത്ത് വന്നിരിക്കുന്ന ഒരു പെയറാണ്. ഇത് ഇപ്പൊ മെയിൽ ബേഡാന്ന് തോന്നുന്നു. എഗ് മെയിലാണ് അടയിരിക്കുന്നത്. എഗ്ഗിലാണ്. കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പൊ ഇവരുടെ കുട്ടികൾ ഇതുവരെ ആയിട്ടില്ല. ഫസ്റ്റ് പെയറിംഗ് ആണ്. ഫസ്റ്റ് പെയർ. ഇത് ഇവിടെ ഇറങ്ങിയ കുട്ടികൾ തന്നെയാണോ? അല്ല, ഇത് ഞാൻ നമ്മുടെ സുഹൃത്തിനെ എടുത്താണ്. ഒരേ ക്ലച്ചിലെ കുട്ടികളാണ്. ഇവരെ ഇത്രയും പൊട്ടിച്ച് മാറ്റും. അപ്പൊ അതിന് പറ്റിയ ഫീമെയിൽ ആയാലും മെയിൽ ആയാലും ഇവിടെ ഉണ്ട്. അപ്പൊ നല്ലൊരു കുട്ടികളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോ പേര് ഇരിക്കണത് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത പേണ്ടെന്ന് കാണാം. അപ്പൊ അടുത്ത നമ്മുടെ ബ്ലൂ ബാർ ആണ്. അത് ബ്ലൂ ബാർ ആണ്. അവര് എഗ്ഗ് ചെയ്തിട്ടുണ്ട്. എഗ്ഗിലാണ്. നമ്മള് ഇവരുടെ കുട്ടികളൊക്കെ ഇപ്പൊ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇവരുടെ സെയിലായി ഇവരുടെ കുട്ടികളൊക്കെ തന്നെ എത്ര രൂപ കൊടുക്കും? 1500. ബ്ലൂ ബാർ കുട്ടികൾ പേര് 1500. ഇവിടെ എഗ്ഗ് മാറ്റി വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അത് കുറച്ച് മുദീനയുടെ കളറ് സുഖമില്ലാത്ത കളറുണ്ട്. അവർക്ക് അടിയിലൊക്കെ ഇതുപോലെ ഫാൻറ്റെല്ലാം വെച്ചെടുക്കാം. മുദീനക്കും അതേപോലെ കിങ്ങിന്റെ ക്രോസിനൊക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ബേഡിനെ കാണാം. അപ്പൊ മഹേഷന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബേഡാണ് മാക്പി പൗഡർ. ഇതൊരു പേരാണെന്ന് തോന്നല്ലേ? ഇവിടെ ഇത് മാർക്ക് ഔട്ടാണ്. ചേട്ടനൊരു കൗതുകത്തിനായിട്ട് വളർത്താണ്. ഇവര് എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഇവിടെ? ഇവര് എഗ്ഗ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ടില്ല. ഇപ്പൊ അടുത്ത എഗ്ഗുകളുടെ തയ്യാറെടുപ്പെന്ന് തോന്നല്ലേ? അടുത്ത എഗ്ഗിനുള്ള പുറപ്പാടിലാണ്. ഇവർക്ക് ഈ മണലും കാര്യങ്ങളൊക്കെ നമ്മുടെ ബീച്ചിലെ മണലാണ്. ബീച്ചിലെ മണൽ വാരി വെച്ചിരിക്കുന്നത്. അതാകുമ്പോ അവർക്ക് കാൽസ്യത്തിന്റെ ഇത്തിരി കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അത്യാവശ്യം ഗ്രിറ്റിന്റെ ചിലവ് കുറഞ്ഞു കിട്ടും. അവിടെ ആലപ്പുഴ ജില്ലക്കാരുടെ ഏറ്റവും വലിയ കൂടെ അതാണ്. അപ്പൊ ഇതപ്പോ അടുത്ത നമ്മുടെ ഇവിടുത്തെ പേരാണ് ഇവര്. പേര് 2 കുട്ടികളായിട്ടൊക്കെയാണ്. ഇവര് ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ് ഇവര്. ഇത് നമ്മുടെ ഇവിടുത്തെ ഇറങ്ങിയ ആൾക്കാരൊക്കെ തന്നെയാണ്. ഈ 2 കുട്ടികളാണ്. ഇവര് സെയിലുള്ളതാണ്. ഇവരുടെ കുട്ടികളാണത് അല്ലേ? സെയിലുള്ള പേരാണ്. അപ്പൊ ഈ കാണുന്ന കുട്ടികളൊക്കെ ഇപ്പൊ ഇവിടെ സെയിലിനല്ലാണ്. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യമൊക്കെ എങ്ങനെ കേട്ടോ? ഈ 2 പേര് കുട്ടികളുടെ 1500. ഇതുണ്ട്, ഇത് നല്ലൊരു കളറാണ്. ഷോർട്ട് ബേഡാണ്. അതിന്റെ ടൈൽ മാർക്കായിട്ടൊക്കെ വന്നേക്കൊരു കളറാണല്ലോ അത്. അതിൽ ബ്ലൂ ബാറും ചെറിയൊരു പെയ്ഡാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ടൈൽ ഹോൾഡിംഗ് ഒക്കെ ഉള്ള ബേഡാണ്. വൈറ്റ് ബൂട്ടാണ്. അതൊരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ബേഡൊന്ന് കാണാം. അപ്പം മഹേഷന്റെ അടുത്തുള്ള ഫാൻറ്റെയിലിന്റെ അടുത്ത കളക്ഷനാണ് ഇത് അല്ലേ? ഇതൊരു ഗ്രിസിലും ഈ പുറത്തിരിക്കുന്ന ഫീമെയിലാണ്. ഇവരൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്ന ബേഡുകളാണ്. ഇവരുടെ കുട്ടികളൊക്കെ ഉണ്ടോ? കൊടുക്കാറുണ്ട് ഇവരുടെ കുട്ടികളൊക്കെ? മഹേഷന്റെ ആൽമണ്ടൊക്കെ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ. ആൽമണ്ടൊക്കെ വഴിയെ നമ്മൾ കാണിക്കും. അപ്പോൾ അതിന് മുമ്പുള്ള ബേഡ്സിനൊക്കെ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തി അങ്ങോട്ട് എത്തുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ബേഡിനെ കാണാം. എൻ്റെ അടുത്തൊക്കെ റയർ സാധനമാണ് ഇത്. നമ്മുടെ ഒരു ആൽമണ്ട് മെയില് നമ്മുടെ ഇന്ത്യൻ ഫാൻറ്റയിൽ തന്നെ അല്ലേ? സാൻഡൽ കളർ ഫീമെയിൽ അല്ലേ? ഇവർക്ക് കുട്ടികളും കാര്യങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? നല്ല ഇവർക്ക് വല്ലപ്പോഴും ഒക്കെ ഓരോ കുട്ടി വെച്ച് കിട്ടാറുള്ളൂ. ഒരു കുട്ടിയെ കിട്ടലല്ലേ? കിട്ടത്തുള്ളൂ. അത് ഈ ഒരു കളർ ഇതുവരെ കിട്ടിയിട്ടില്ല. മെയിലിന്റെ കളർ കിട്ടിയിട്ടില്ല നമുക്ക്. മെയിൽ അത്യാവശ്യം നല്ലൊരു ഇത് നമ്മൾ എന്തായാലും പറയുന്നതിന് എന്താ പറയാ, ക്ലാസിക്കും അല്ല റിച്ചും അല്ലാത്തൊരു കളറാണ്. എന്നാലും നല്ലൊരു വെറൈറ്റി ആണ് അല്ലേ? ഇപ്പൊ ആരും വന്നാലും നോക്കി നിന്ന് പോണ ഒരു കളറാണ് ആളുടെ. ഇവരിപ്പോ അടുത്ത എഗ്ഗിനായി നിൽക്കുവാണ് ആൾക്കാര്. അപ്പൊ ഇവരപ്പോ പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ ഉണ്ട് കൊടുക്കാനുണ്ട്. ബ്രീഡിംഗ് ഇവിടെ തന്നെ സെറ്റ് ചെയ്യലാണ്. കൊടുക്കൽ കുറവാണല്ലേ? അപ്പൊ ആ കുട്ടികളെയൊക്കെ ഒന്ന് വീഡിയോയിലൊക്കെ ഒന്ന് അവസാനമായിട്ടൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ അടുത്ത പെണ്ണെന്ന് കാണാം. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ആൽമണ്ടിന്റെ കുട്ടിയല്ലേ ഈ കിടക്കണ മെയിലല്ലേ? നല്ലൊരു ഗ്രിസ്, നല്ല സ്റ്റിപ്പർ പോലത്തെ നല്ലൊരു കളറാണ്. അതിന്റെ മേത്ത് നല്ല ഫ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? അത് മെയിലും അതുപോലെ ഫീമെയിൽ അടയിരിക്കുവാണ്. ഇവർ എഗ്ഗ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ എഗ്ഗ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. നാളെ മറ്റന്നാളായിട്ട് എഗ്ഗ് ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത പെണ്ണെന്ന് കണ്ടല്ലോ. എൻ്റെ അടുത്ത് ഒരു പേർ മാത്രമായിട്ടുള്ള ഇതാണ്. ഇത് ഡബിൾ ക്രിസ്റ്റൽ അല്ലേ? ഇതിലപ്പോ മെയിൽ ബേഡ് വന്നിട്ട് വൈറ്റ് സൈഡ് അല്ലേ? ഫീമെയിലാണ് ആ ചട്ടിയിൽ ഇപ്പൊ അടയിരിക്കാൻ തോന്നുന്നുണ്ട്. മുട്ട ഇട്ടുണ്ടല്ലോ ഇവര്.
ഇട്ടിട്ടുണ്ട്. അത് റിസൾട്ടൊക്കെ കിട്ടുന്നില്ല. റിസൾട്ട് കിട്ടൽ കുറവാണ് ഇവരില്. കുറവാണ്. നമ്മളൊരു ഇവിടെ കുട്ടികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഒരു ഭംഗിക്ക് വേണ്ടി വളർത്തലാണ്. ഭംഗിക്ക് വേണ്ടി വളർത്തുന്നതാണ്. അന്ന് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി നല്ല വില കൊടുത്ത് എടുത്താണ്. അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്നത് മാത്രമല്ല. അപ്പോൾ വാലൊക്കെ വേണ്ടി ബൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ ഒപ്പിച്ചെടുക്കാം. നല്ല സെറ്റാക്കി എടുക്കുക ഇവരെ. തീർച്ചയായും എടുക്കാം. ഇത് നമുക്കൊന്ന് അടുത്ത പെണ്ണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ അടുത്തുള്ള ഒരു കിങ് ആണ്. ഇവിടെ ചിലപ്പോൾ ബ്രീഡ് ചെയ്യിക്കും, ചിലപ്പോൾ ബ്രീഡ് ചെയ്യിക്കത്തില്ല, ചിലപ്പോൾ ഫോസ്റ്റർ ആക്കുമല്ലേ. നേരെ കാണിച്ചാൽ കിങ്ങൊക്കെ ഫാൻറ്റിൻ്റെ കുട്ടികളായിട്ടായിരിക്കുന്നത്. കിങ്ങൊക്കെ ഫാൻറ്റിൻ്റെ കുട്ടികൾ നോക്കല്. അതെ, കിങ്ങിൻ്റെ കുട്ടികളൊക്കെ പോകാൻ പാടാം. അപ്പോൾ മെയിനായിട്ട് അപ്പോൾ ചേട്ടൻ ഇതെല്ലാം അപ്പോൾ ഫാൻറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വൈറ്റ് മെയിലും നമ്മുടെ ബ്ലാക്ക് ടൈലുള്ള ഫീമെയിലും ആണല്ലേ. സെയിലായ ബേഡാണ്. സെയിലാക്കിടക്കുന്ന ബേഡ്. ഇത് നമ്മുടെ തങ്ങൾ പറഞ്ഞേക്കുന്ന ബേഡാണല്ലേ. തങ്ങൾ പറഞ്ഞിരിക്കുന്ന ബേഡാണ്. അപ്പോൾ ഈ ബേഡ് സെയിലാക്കി കിടക്കുവാണ്. അപ്പോൾ നമുക്ക് സെയിനുള്ള ബേഡ്സിനെയൊക്കെ കാണാം. ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു ഭംഗിക്ക് കാണിച്ചതാണ് നമ്മൾ. അപ്പോൾ അടുത്ത ബേഡ്സിനെയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ മഹേഷിൻ്റെ അടുത്താണ് അടുത്ത ആൽമണ്ടിൻ്റെ ഒരു പേരാണ്. അപ്പോൾ ഇതിന് റെഡ് കളർ കുട്ടികളാണ് ഇറങ്ങുന്നത്. ഇവിടെ കുട്ടികളുടെ സെയിൽ കിടപ്പുണ്ട്. റെഡ് കളർ കുട്ടികളാണ് ഈ ആൽമണ്ടിലല്ലേ. അതെ, ഇത്ര സൈസുള്ള ബേഡല്ല ചിക്സ് ഇറങ്ങുന്നത്. ചിക്സുകൾക്ക് ഈ സൈസ് കിട്ടലുണ്ട്. ഇവിടെ സൈസ് കിട്ടുന്നില്ല. റെഡ് കളർ കുട്ടി ഇറങ്ങുന്നത്. ഒരു ലൈറ്റ് കളർ റെഡും ഒരു ഡാർക്ക് റെഡുമായിട്ട് ഇറങ്ങി ഇവിടെ കിടപ്പുണ്ട്. കുട്ടി കിടപ്പുണ്ട്. ഈ കുട്ടികൾ നമ്മുടെ ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ് ഈ പേര്. ഇത് ഇവിടെ നമുക്ക് ഇറങ്ങിയ കുട്ടികളാണ്. ഇവരിവിടെ ഇറങ്ങിയതല്ലേ. ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പൊ ഇവരുടെ കൂടെ ഇവരുടെ അനുജന്മാരൊക്കെ ഇവിടെ സെയിലുണ്ട്. അപ്പൊ കൊടുക്കാനുണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ അപ്പോൾ അടുത്ത ബേഡ് ഞങ്ങൾ പറഞ്ഞു കിങ്ങിൻ്റെ ഫാൻറ്റയിലെ കുട്ടികളെ വെച്ചിട്ട്. അപ്പോൾ 2 കിങ്ങുകൾ നോക്കണ കുട്ടികളാണ് ഫാൻറ്റയിലെ ബ്ലൂ ബാറിൻ്റെ കുട്ടികൾ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ബ്ലൂ ബാറാണ്. നല്ല ക്വാളിറ്റി. ഇപ്പം തന്നെ നല്ല ടൈൽ ഹോൾഡിങ്ങും നല്ല ഇതൊക്കെ നമുക്ക് ബ്ലൂ ബാറിൻ്റെ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം. കണ്ടില്ലേ. അപ്പോൾ ഈ കുട്ടികളപ്പോൾ നമുക്ക് സെയിനുള്ള കുട്ടികളല്ലേ. കൊടുക്കുന്ന കുട്ടികളാണ്. ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അധികം കൊടുക്കുക. 1500 രൂപ. പേര് 1500 രൂപ. ഇതിന് എത്ര നാളെടുക്കും നമുക്ക് കൊടുക്കണ പ്രായമായി? 2 ആഴ്ച കഴിയുമ്പോൾ കൊടുക്കാം. 2 ആഴ്ച കഴിയുമ്പോൾ കൊടുക്കാം. തീർച്ചയായും കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ മഹേഷൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലൊക്കെ ഉണ്ടാവും. അപ്പോൾ മഹേഷനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് കാര്യത്തിനും മഹേഷനെ വിളിച്ചാലും ചേട്ടൻ അതിനൊക്കെ സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ബേഡ്സിനൊക്കെ ഒന്ന് കാണാം. ആദ്യത്തെ വേട. അപ്പോൾ മഹേഷയുടെ അപ്പോൾ നമ്മുടെ അടുത്തതും ആൽമണ്ട് പേരാണ്. അതെ. അപ്പോൾ ഈ ആൽമണ്ട് മെയിലും ഈ ഫീമെയിൽ ഏതാ കളറ്? ഒരു ചോക്ലേറ്റ് കളറായിട്ട് വരും. ഒരു കോഫി ഇതൊക്കെ പറയാല്ലേ. ഈ ആൽമണ്ട് നമ്മളിവിടെ ഇറങ്ങിയ ആൽമണ്ടാണോ? ഇവിടെ നമുക്ക് ആദ്യത്തെ ബേഡാണ്. ഇതിന്റെ മുട്ട ഇപ്പൊ കിങ്ങിന്റെ അടിയിരിപ്പുണ്ട്. കിങ്ങിന്റെ അടിയിരിപ്പുണ്ട്. ആ കിങ്ങാക്കൊക്കെ നമ്മൾ പണിയെടുത്തേക്കുവാണ്. അതെ, മുട്ട ഇപ്പൊ കിങ്ങിന്റെ അടിയിൽ. അപ്പൊ ഇവരുടെ കുട്ടികൾക്കൊക്കെ ചേട്ടൻ എന്തെങ്കിലും കൊടുക്കുക? ഈ ആൽമണ്ട് 3000 കഴിഞ്ഞ പ്രാവശ്യം 3500 രൂപ കൊടുത്താൽ സൈസുള്ള ബേഡായിരുന്നു. നല്ല സൈസുള്ള കുട്ടികളായിരുന്നു. 2 ആൽമണ്ട് തന്നെയായിരുന്നു. 3500 കൊടുത്തത്. 3500 കൊടുത്തത്. അപ്പോൾ നമുക്ക് അടുത്ത ബേഡ്സിനെയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഫാൻറ്റെല്ലാം ഒട്ട മഹേഷേട്ടൻ വെച്ച് കൊടുത്തേക്കണെയാണ്. നല്ല അഡാറ് കിങ്. നല്ല സൈസുള്ള ബേഡാണ് രണ്ടും. അവർ നോക്കണം മുട്ട ഫാൻറ്റലിൻ്റെ മുട്ടയാണ്. കിങ്ങിനൊന്നും ഇപ്പോൾ മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ചേട്ടൻ എന്താക്കണത് ആ ഫാൻറ്റലിൻ്റെ മുട്ട ഇവർക്കൊക്കെ വെച്ച് കൊടുക്കണത്. ചേട്ടൻ മെയിനായിട്ട് കേരളത്തിലായാലും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ എല്ലാവരും അറിയപ്പെടുക ഫാൻറ്റൽ വിഭാഗത്തിൽ ചേട്ടൻ അറിയപ്പെടുക. നമുക്കൊരു ഫാൻറ്റലിന് നമുക്ക് ആശ എന്നൊക്കെ പറയാൻ വേണ്ടി ഒരാളാണ്. നമുക്ക് അടുത്ത ബേഡ്സിനെയൊക്കെ ഒന്ന് കാണാം. അപ്പൊ അടുത്തത് നല്ലൊരു ആൽമണ്ടിന്റെ പേരാണ്. ഇവരും എഗ് ചെയ്തിരിക്കുകയല്ലേ. ഇവരുടെ ആദ്യത്തെ ഒരു പേരാക്കി ആരുടെ അടി ഇരിപ്പുണ്ട്. ആരുടെ അടിയിലാണ് ഓർമ്മയില്ല. മുട്ടയിട്ടിരിപ്പുണ്ട്. ഇവിടെയൊക്കെ മുട്ടകൾ മാറ്റി വെച്ച് കൊടുക്കലാണ്. മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത്തവണ ഇവരെ കൊണ്ട് തന്നെയാണ് മുട്ട നോക്കിയത്. ഇവരെ മുട്ട ഇവരെ നോക്കുന്നത്. ഇവരുടെ കഴിഞ്ഞ മുട്ട ആരുടെ അടിയിൽ ഇരിപ്പുണ്ട്. ഇവരില് കുട്ടികളും കരയൊക്കെ ആൽമണ്ട കിട്ടല്? ആൽമണ്ട് കിട്ടുന്നില്ല. കൂടുതലും വൈറ്റ് ആയിട്ട് വീഴുന്നത്. ഒരു ഡോട്ട ആ മെയിലിന്റെ പോലത്തെ ഡോട്ട വരുന്നുണ്ട്. അപ്പൊ വൈറ്റ് മെയിലും ആൽമണ്ട് ഫീമെയിലും ആണ്. ഇവരുടെ കുട്ടികളൊക്കെ ചെന്നപ്പോ എന്തൊക്കെ കൊടുക്കണേ? ഇത് 2.5 ഒക്കെ കൊടുക്കും നമ്മള് അല്ലേ. അതുപോലെ റേറ്റും കാര്യമൊക്കെ അഡ്ജസ്റ്റബിൾ ആണല്ലോ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് അതിൻ്റെ കൊടുക്കാം. ഓക്കെ. അടുത്ത ബേഡ്സിനൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മൾ അടുത്ത പേര് ഫീമെയിൽ ആൻഡലൂഷൻ കളറാണല്ലേ. ഇതാണ് ചേട്ടൻ്റെ ആൻഡലൂഷൻ ബേഡ്. 2 കുട്ടികൾ ഇരിപ്പുണ്ട്. 2 കുട്ടികൾ ഇരിപ്പുണ്ട്. ഇത് ആൻഡലൂഷൻ ആയിരിക്കും കുട്ടികൾ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ആൻഡലൂഷൻ കുട്ടിയാണ്. ഒരു സിൽവറും ഒരു ബ്ലാക്കും ഇറങ്ങിയത് കഴിഞ്ഞാണ് അല്ലേ. ഒരു സിൽവർ കളറാണ്. ലാവൻഡർ പോലത്തെ കളർ. ഇത് കോഫി വന്നിട്ട് മെയിലും ആൻഡലൂഷൻ വന്നിട്ട് ഫീമെയിലും അല്ലേ. ഇവിടെ കുട്ടികളൊക്കെ ചേട്ടൻ എന്തെങ്കിലും കൊടുക്കുക? ആൻഡലൂഷൻ കുട്ടികളൊക്കെ ആൻഡലൂഷൻ ആണെങ്കിൽ 2 രൂപ. ആൻഡലൂഷൻ ആണെങ്കിൽ 2 രൂപ പേര്. 1500 രൂപ പേര്. അപ്പൊ നമുക്ക് അടുത്ത പെണ്ണൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ അടുത്ത ബേഡ് ബ്ലൂ ബാർ വന്നിട്ട് ഫീമെയിലും ആൽമണ്ട് മെയിലും അല്ലേ. മെയിലാണ്. ആൽമണ്ട് ഇത്ര ഏജുള്ളതാണ്. ഈ കണ്ണിനൊരു കാഴ്ചയില്ല.
ഒരു കണ്ണ് ഇയാൾക്ക് കാഴ്ചയില്ല. ഒരു കണ്ണിന് കാഴ്ചയില്ല. 2 കുട്ടികളെ തരുന്നുണ്ട്, കൃത്യമായിട്ട് 2 കുട്ടികളെ കിട്ടുന്നുണ്ട്. 2 കുട്ടികൾ ഇയാൾക്ക് കണ്ണൊരു കാഴ്ചയില്ല, 2 കുട്ടികളെ നോക്കി തരും കിട്ടുന്നുണ്ട്. ഇവർ ഇപ്പോൾ കുട്ടികളവിടെ കിടപ്പുണ്ട്. ഒരു ബ്ലൂ ബാറും ഒരു വൈറ്റിൽ ഡോട്ടുള്ള കളറും ഇവിടെ കിടപ്പുണ്ട്, സെയിൽ കിടപ്പുണ്ട്. അപ്പൊ ആ കുട്ടികൾ എന്തൊക്കെ കൊടുക്കുക? അതെല്ലാം 1500 രൂപ. ഇയാളപ്പോ ആര് സംഭവമാണ്. ലെഫ്റ്റ് സൈഡ് കണ്ണിന് കാഴ്ചയില്ല, അത് സൂം ചെയ്ത് നോക്കിയാൽ കാണണല്ലേ, കണ്ണിന് കാഴ്ചയില്ല. കണ്ണിപ്പോ ഒരു മങ്ങി നമ്മൾ എത്ര അടുപ്പിച്ച് കൊണ്ടുപോയാലും ആൾക്കൊരു കണ്ണിന് കാഴ്ചയില്ല. അപ്പൊ അടുത്ത ബേഡ്സിനെ കാണാം. അപ്പൊ ചേട്ടൻ അടുത്ത പേര് ഇത് ആൽമണ്ട് ആണ്, മെയിൽ അല്ലേ? ആൽമണ്ട് മെയിൽ, റെഡ് ഫീമെയിലും. ഫസ്റ്റ് പെയറിംഗ് ആണ്. ഇതിലിപ്പോ ഒരു കുട്ടി ആൽമണ്ട് ആണ്, ഒന്നൊരു കൈറ്റ് കളറായിട്ട് തോന്നിക്കുന്നുണ്ട്. ഒന്ന് ആൽമണ്ട്, ഒന്ന് കൈറ്റ് റെഡിലൊരു കൈറ്റ് ഇതായിട്ട് തോന്നിക്കണ്ടല്ലേ? ഫസ്റ്റ് പെയറിംഗ് ആണ്. ഈ കുട്ടികളൊക്കെ നമുക്ക് കൊടുക്കാനുള്ള കുട്ടികളല്ലേ? ഇതൊക്കെ വലുതാകുമ്പോൾ കൊടുക്കുന്നതായിരിക്കും. ഇതിപ്പോ എത്ര നാളെടുക്കും ഇതൊന്ന് വലുതായി മെച്ചൂർഡായി കിട്ടുന്നത്? 1 മാസം എടുക്കേണ്ടി വരും. 1 മാസം എടുക്കേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പൊ 1 മാസം ആരെങ്കിലൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് അവർക്ക് കൊടുക്കും അല്ലേ? അപ്പൊ ഇതിന്റെ കുട്ടികൾക്ക് ആകുമ്പോൾ എത്രയൊക്കെ കൊടുക്കും നമ്മള്? ഇതിപ്പോ ആൽമണ്ടിന് ഇത്ര വ്യത്യാസം, ബാക്കിയാക്ക കൂടെ കൈറ്റ് കളർ പെയർ 1500 രൂപ തന്നെ കൊടുക്കും. ആൽമണ്ടിലും അതേപോലെ റെഡിലും ഗ്രിസിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ആന്റിലൂഷനായാലും ഒക്കെ ഒരു പീസ് 1000 രൂപ അങ്ങനത്തെ റേറ്റിലൊക്കെ കിട്ടും. എന്നാലും ഒരു 1000-1500 രൂപക്ക് നമ്മളിവിടെ കുട്ടികളെ കൊടുക്കും, നോർമൽ കുട്ടികളല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിനൊന്ന് കാണാം. അപ്പൊ ഇതിപ്പോ നമ്മുടെ ഒരു ആന്റിലൂഷൻ പേരാണിത്. ആദ്യത്തെ ആന്റിലൂഷൻ പേര്. ഇതില് മെയില് വന്നിട്ട് ഫീമെയിൽ അല്ല ഇതല്ലേ? ഫീമെയിൽ അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതിന്റെ മക്കളെ നമ്മൾ മുമ്പ് കണ്ട പേരൊക്കെ അല്ലേ? ഇത്തവണ ഒരു കുട്ടി ഒരു ബ്ലാക്ക് അല്ല ഇറങ്ങിയേക്കണേ. ആ മെയിലിന്റെ ഒരു ഡാർക്ക്നെസ് അതിൽ വന്നല്ലേ? അപ്പൊ ഇതിന്റെ കുട്ടികളൊക്കെ ചെന്നപ്പോ എത്ര രൂപ കാര്യം കൊടുക്കുക? പീസ് 750 രൂപ. അപ്പൊ നമുക്ക് ആൾക്കാരൊക്കെ ചോദിച്ചാൽ നമുക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഇതപ്പോ ഒരു ആൽമണ്ട് കുട്ടിയാണ് എടുത്തിരിക്കണല്ലേ? ഇത് ഇവരുടെ കുട്ടി തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ആൽമണ്ട് ആണല്ലോ ഇത്. അത് ഇന്നലെ സെയിലായി. അപ്പൊ നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡെയിലി നടക്കുന്നുണ്ടല്ലേ? കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പൊ ആൾക്കാരൊക്കെ ബേഡ് വേണമെങ്കിൽ എന്താ മുൻകൂട്ടി ചേട്ടത്ത് പറഞ്ഞു വെക്കാം. അപ്പൊ ചേട്ടൻ കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്തു തരും. അപ്പൊ ആ അവിടെ ഇരിക്കുന്ന ആൽമണ്ടും ഇപ്പുറത്തിരിക്കുന്ന ഫീമെയില് കോഫി ചക്കറല്ല, കോഫി ചക്കർ ഫീമെയിലും ആണല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൽമണ്ടാണ്. ഈ ബേഡും ചേട്ടൻ സെയിലായി കിടക്കുവാണ് അല്ലേ? ഇതിന്റെ വിശേഷം നമ്മൾ ലാസ്റ്റ് പറയാം, ഈ കുട്ടിയുടെ വിശേഷം. ആ ചേട്ടൻ്റെ അപ്പോൾ കൊടുക്കാനുള്ള ബേഡ്സിൽ ഇതിൽ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ചട്ടിയിൽ കുട്ടികൾ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ പേരും കൊടുക്കാം. അതിൻ്റെ ഇത് നമ്മുടെ ഇവിടുത്തെ ബ്രീഡിംഗ് പേരാണല്ലേ? ഈ വൈറ്റ് മെയിലും ബ്ലാക്ക്. അത് നല്ല ടൈഗറാണ്. ഇപ്പൊ വൈറ്റ് കയറി വന്നു. ഒരുപാട് വൈറ്റ് ആയപ്പോഴത്തേക്ക് ആ ഒരു ടൈഗറിന്റെ കുമ്പക്കാണ്ട് പോയല്ലാണ്ട്. ഇതിലെങ്ങനെ ഇവരിപ്പോ പാത്രം വെച്ച് കൊടുത്തിട്ടില്ലല്ലോ ഇവർക്ക്? റെസ്റ്റ് കൊടുത്തേക്കുവാണ്. നമ്മളിപ്പോ എത്ര റെസ്റ്റ് കൊടുക്കും ഇവർക്കൊക്കെ? അടുത്ത ആൾക്കാർ റെസ്റ്റ് കൊടുത്തുമ്പോൾ ഇവർക്ക് പിന്നെ ചട്ടി വെച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ ഇടക്കിടക്ക് മാറി മാറി അവർക്ക് ആരും നമ്മൾ ഇടങ്ങാറാക്കണ പരിപാടി ഇല്ലല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പെണ്ണെന്ന് കാണാം. അപ്പോൾ ചേട്ടൻ്റെ അടുത്തുള്ള അഡാറ് റെഡ് ഫാൻറ്റയിലാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ഹോൾഡിങ്ങും അല്ലേ? ഇതിലിപ്പോൾ 3 പീസ് ഉണ്ടല്ലേ? ഇതിൽ 3 പീസ് ഉണ്ട്. വേറെ 2 പീസ് വേറെ കിടപ്പുണ്ട്. ഇവരെ കൊണ്ടുവന്നാണ് ചേട്ടൻ? പുറത്തെടുത്താണ്. ഇവിടെ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ എത്ര പേരുണ്ട് ഇതിനെ കൂടാണ്ട്? റെഡ് എത്ര പേര് കിടപ്പുണ്ട്? മൊത്തം 3 പീസ് വേറെ റെഡ് കിടപ്പുണ്ട്. 3 പീസ് വേറെ റെഡ് കിടപ്പുണ്ട്. അപ്പൊ ഈ 3 പീസും കൂടി കൂട്ടി ഒരു 3 ജോഡി ആയപ്പോ 3 പേരാക്കി. 10 കളി ആയിട്ടില്ല. അപ്പൊ നമ്മള് പേരിങ്ങിന് ആവണേ ഉള്ളൂ ഇവര് അല്ലേ? അപ്പൊ ഇവരാണ് കുട്ടികൾ 2 മുദീന ഇത് എടുത്താണോ ഇപ്പൊ? നമ്മള് പുറത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്താ. ഒന്ന് അർജന്റ്, റെഡ് അർജന്റ് അല്ല, ഒന്ന് കോഫി ചക്കറും അല്ലേ? ഇതൊക്കെ ചെന്നപ്പോ എവിടുന്ന പെണ്ണെടുത്തപ്പോ നമ്മുടെ ചങ്ങനാശ്ശേരി പോയി എടുത്തോണ്ടാണ്. ചങ്ങനാശ്ശേരി പോയി എടുത്തതാണ്. നമ്മള് പോയി എടുക്കണ പരിപാടിയാണല്ലേ? നമുക്ക് അടുത്ത പെണ്ണെന്ന് കാണാം. അപ്പൊ ചേട്ടൻ്റെ അടുത്തപ്പോ ഒരൊറ്റ പേരായിട്ടുള്ളതാണ് ഈ ഹംഗേറിയൻ മിക്സ് അല്ലേ? ഇതിൽ ഈ ടൈഗർ മെയില്, ഈ ബ്ലാക്ക് അല്ലേ? ഇത് ബ്ലൂ ചക്കറാണ്. ബ്ലൂ ചക്കർ ഫീമെയിൽ ആണല്ലേ? അപ്പൊ ഇവരുടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കിടപ്പുണ്ട്. വൈറ്റ് ആയിട്ട് 2 മെയില് വൈറ്റ് കിടപ്പുണ്ട്. കൂടെ വേറെ കളറൊക്കെ പോയി. വൈറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ബാക്കി കളറൊക്കെ പോയി. വൈറ്റ് ആയതുകൊണ്ട് 2 ഇവിടെ കിടപ്പുണ്ട്. 2 മെയിലുകൾ, പഴയ 2 മെയിലുകൾ.
അപ്പൊ ചേട്ടനപ്പൊ ഇവരിപ്പൊ ഇനി കൊടുക്കാൻ പോണ് ഫാൻറ്റയിലേക്ക് മുഴുവൻ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടല്ലേ? ഇത് ഇവരെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവരപ്പൊ എന്തോരൊക്കെ ചേട്ടനപ്പൊ കൊടുക്കുക? 6000 രൂപ കൊടുത്തേക്കും. 6000 രൂപ ചേട്ടൻ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ അല്ലേ? നമ്മുടെ സുഹൃത്തുക്കളും അതേപോലെ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് നല്ല ഡിസ്കൗണ്ടിലൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ കുട്ടികൾ രണ്ടെണ്ണം ഇവിടെ കിടപ്പുണ്ടല്ലേ? 2 വൈറ്റ് മെയില്. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മുടെ ആ ഹംഗേറി മിക്സിന്റെ ഒരു മെയിലാണ് ഇത്. ആ ഒരു കുട്ടിയല്ലേ? ഇതിപ്പോ അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള പേടാണല്ലേ ഇത്? ഇവരെ കൊടുക്കുന്നുണ്ട്, ഈ മെയിലെ കൊടുക്കുന്നുണ്ട്. 2000 രൂപ കൊടുത്തേക്കും. 2000 രൂപ കൊടുക്കും. അത്യാവശ്യം നല്ല ഹെഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? ക്യാപ്പും അത്യാവശ്യം നല്ല സൈസല്ലേ പേടല്ലേ? ഒരു ഫുൾ ഇഷ്ടയുടെ മുകളിലാണ് ആ സാധനം ആളിരിക്കണത്. അപ്പൊ നമുക്ക് അത് കണ്ടാൽ നമുക്ക് അതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. നമുക്ക് അടുത്തതിനെ കൂടി ഒന്ന് കാണിച്ചേക്കാം. ഇതും അതിന്റെ ഒരു കുട്ടിയാണല്ലേ? കൊടുക്കാനുള്ള തന്നെയല്ലേ ഇതും? അത്യാവശ്യം നല്ല ബോട്ട് ക്വാളിറ്റിയും നല്ല ക്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. 2000 രൂപ കൊടുത്തേക്കും. ഇതിന് 2000 രൂപ കൊടുക്കും. അപ്പൊ 2 പേരും കൂടി എടുക്കുമ്പോൾ ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് തരും. 2 പീസും കൂടി എടുത്താലേ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല സെറ്റപ്പാണ് ആളെ കാണാൻ. നല്ല ക്യൂട്ടാണ്. അപ്പൊ ബൂട്ടുകളൊക്കെ നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ KG കിടക്കണം. മണൽ KG ആണെങ്കിൽ നല്ല ശരിക്കും ബൂട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഞങ്ങൾക്ക്. അപ്പൊ അതൊക്കെ ഇനി കൊടുക്കാനുള്ള ബേഡ്സിനൊക്കെ ഒന്ന് കണ്ടല്ലേ ഏട്ടാ? നമ്മുടെ മഹേഷന്റെ അടുത്ത് സെയിലിനുള്ള ബേഡ്സുകളാണ് ഇത്. ഒന്ന് കോഫി ബാർ അല്ലേ? ഒന്ന് കോഫി ചക്കർ. ഇത് രണ്ടും പേരാണോ? അതൊരു പേരാണ്. അതൊരു പേരാണ്. വാല് വെട്ടിയിരിക്കുന്നവര് നമ്മൾ ആദ്യം കണ്ട ഒരു ആൽമണ്ടിന്റെ കുട്ടിയാണ്. പിന്നെ മറ്റൊരു മുദീനയുടെ കുട്ടിയാണ്. ഈ നമ്മുടെ കോഫി ബാറും കോഫി ചക്കറും കുട്ടികൾക്കൊക്കെ എന്താ റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്? പേര് 1500 രൂപ. ആ ആൽമണ്ടിന്റെ കുട്ടി സിംഗിൾ പീസ് ആകുമ്പോഴാ? അതൊരു പീസ് 1000 രൂപ കൊടുക്കും. പീസ് 1000 രൂപ കൊടുക്കും. കളറൊന്നും കയറി വന്നിട്ടില്ല. നെക്കിന്റെ കളറൊക്കെ ആയിട്ടുണ്ട്. സീറോക്കടെ കുട്ടിയാണല്ലേ? സീറോ അല്ല, ഒരു 4-5 കള്ളി ആയി കാണണം. ആയിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് അടുത്ത കൊടുക്കാനുള്ള അടുത്ത ബേഡ്സിനെയൊക്കെ ഒന്ന് കാണാം. ചേട്ടൻ്റെ അപ്പം അടുത്ത കൊടുക്കാനുള്ള ബേഡ്സുകളാണ് ഈ കിടക്കുന്നത്. ഇതിനകത്ത് 1, 2, 3 പീസ് ആൽമണ്ട് ആണ്. 3 പീസ് ആൽമണ്ട് ആണ്. ഇപ്പൊ ഈ കാണുന്ന 2ഉം പിന്നെ ആ തിരിഞ്ഞിരിക്കണ ഒന്നും അല്ലേ? ഒരു 3 പീസ്. ഇതൊരു ബ്ലൂ ബാർ ഉണ്ട്. പിന്നെ മുദീനയുടെ 2 കുട്ടികളുണ്ടല്ലേ? മുദീനയുടെ കുട്ടികളുണ്ട്. നമ്മുടെ മുദീനയുടെ കുട്ടികൾക്കൊക്കെ എന്ത് റേറ്റ് ആയും കൊടുക്കുക? ഇപ്പൊ ഒരു 2000 രൂപ താഴ്ത്തിട്ട് ഇവിടെ കൊടുത്തേക്കും. 2000 രൂപ താഴത്തല്ല അതിന്റെ റേറ്റ് വരുള്ളൂ അല്ലേ? ഈ ആൽമണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിന്റെ റേറ്റ് ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിനൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മുടെ ഈ കാണുന്നതും എല്ലാം കൊടുക്കാനുള്ളതാണ്. അതെ, ഇത് കിങ്ങിന്റെ കുട്ടികളുണ്ട്, മുദീന ഉണ്ട്, കിങ്ങിന്റെ കുട്ടികളുണ്ട്, അതുപോലെ മുദീനയുടെ കുട്ടികളുണ്ട്, റെഡ് ഫാൻറ്റയുടെ കുട്ടികൾ കിടപ്പുണ്ട്, റെഡ് ഫാൻറ്റയുടെ കുട്ടികളും കിടപ്പുണ്ട്. അതിൽ കാണുന്ന ഒന്ന് നല്ല പ്യൂർ റെഡ് ആണല്ലേ? നല്ല റെഡ് ആണ്. ഒന്ന് ലൈറ്റ് ആയി. ഇത് ആദ്യം പറഞ്ഞ 2 ആൽമണ്ടിന് ഇറങ്ങിയ കുട്ടികളാണ്. നമ്മളെ ആൽമണ്ടി 2 കുട്ടികളെന്ന് പറഞ്ഞല്ലേ? റെഡ് കളർ കുട്ടികളാണ്. അവരുടെ സൈസ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ ബേഡ്സ് ആണ് ഈ കിടക്കുന്നത്. അതിൽ നമ്മളപ്പോ മുദീനയുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക? 2 വൈറ്റ്. അത് 2 രൂപ. 2 രൂപ. പേര് 3500-4 രൂപ കിട്ടിയ കൊടുക്കുന്നതായിരിക്കും. 3500-4 രൂപയ്ക്ക് ഇങ്ങനെ പേര് കുട്ടികളെ കൊടുക്കല്ലേ? ഇതിപ്പോ ഒരു 3-4 കളി ആയിട്ടുണ്ടല്ലേ ഇതൊക്കെ? തീർച്ചയായിട്ടുണ്ട്. ഈ റെഡ് ആവുമ്പോളാ? റെഡ് പേരാകുമ്പോ? റെഡ് പേര് 2 രൂപ കൊടുത്തേക്കും. 2 രൂപ കൊടുക്കും. അത്യാവശ്യം 1-2 കളിയൊക്കെ ആയിട്ടുണ്ടല്ലേ ഇവരല്ലേ? അത് 3 കളിക്ക് മേലെ ആയി കാണാം. 3 കളി ആയിട്ടുണ്ട്. അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. അപ്പൊ ആൾക്കാരപ്പോ ചേട്ടൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ചേട്ടൻ അനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ചേട്ടത്ത് അടുത്ത് കൊടുക്കാനുള്ള 2 വൈറ്റ് ഫാൻറ്റൈൻ്റെ കുട്ടികളാണല്ലേ? കുട്ടികളല്ല, അതിപ്പോ 8-9 ആയിട്ടുള്ളൂ. നമുക്ക് പേര് വയ്ക്കാൻ പറ്റിയൊരു പ്രായമായിട്ടുണ്ട്. അത് 1500 രൂപ. അത് അയാളും മെയിലും ഇത് ഫീമെയിലും കൺഫേം ചെയ്യാല്ലേ? അതെ, കുറവുന്നുണ്ട്. ഇതിപ്പോ എത്ര രൂപ കൊടുക്കും ചേട്ടൻ? 1500 രൂപ. 1500 രൂപ കൊടുക്കും. അപ്പുറത്ത് പപ്പീസൊക്കെ നോക്കി ഇതാക്കണ്ടല്ലേ? വെള്ളം ഇറക്കണ്ടല്ലേ? എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കൊണ്ട്. ആ കിങ്ങിന്റെ കുട്ടിയോ? കിങ്ങിന്റെ കുട്ടി നമ്മൾ അപ്പുറത്തെ കൂട്ടത്തിൽ ഒരു മെയിൽ കൊത്തിയ മെയിലെ പിടിച്ച് നമ്മൾ മാറ്റിയതാണ്. അപ്പൊ ഇത് അതിന്റെ കൂടെ കൊടുക്കാനുള്ള തന്നെയാണ്. നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പൊ ഈ കുട്ടികളൊക്കെ കൊടുക്കാനുള്ള ഇതൊക്കെ കൊടുക്കാനുള്ള കുട്ടികളാണല്ലേ? ഇതും ഇപ്പുറത്തുള്ളതൊക്കെ അല്ലേ? ഇപ്പൊ ഒരുപാട് കേജുകളുണ്ട്. കൊടുക്കാൻ ഒരുപാട് ബേഡ്സുകളുണ്ട് ഇവിടെ. 90% ഫാൻറ്റൽസ് ആണ്. അതിൽ കൊടുക്കാനുള്ളതും 90% ഫാൻറ്റൽസ് ആണ്. അപ്പൊ നമുക്ക് അടുത്തതിനൊക്കെ ഒന്ന് കാണാം. ഇതില് ബ്ലൂ ബാർ ഉണ്ട്, കോഫി ബാറൊക്കെ ഉണ്ടല്ലേ? വൈറ്റ് കിടപ്പുണ്ട്. ഇതിലിപ്പോ 2 പേര് ബ്ലൂ ബാർ കിടപ്പുണ്ട് അല്ലേ? ഒരു സിംഗിൾ വൈറ്റ്. ഈ ബ്ലൂ ബാറിനൊക്കെ നമ്മൾ പറഞ്ഞ റേറ്റ് തന്നെ. പേര് 1500 രൂപ. ബൾക്കായിട്ട് എടുത്ത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് അടുത്തതിനൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇത് നമുക്ക് കൊടുക്കാനുള്ള പേരുകളാണ്. ഇത് റെഡ് ബാർ അല്ല നിൽക്കുന്ന ഫാൻറ്റില്, അത് കൊടുക്കാനുള്ളതാണ്. അവര് ബ്ലാക്കില് വൈറ്റ് ഉണ്ട്. ഒരു മുദീനയുടെ കുട്ടികളൊപ്പുണ്ട്. ഫാൻറ്റൽ 6 അവിടെ ഒരു സാൻഡിൽ കളറൊക്കെ ഉണ്ടല്ലോ.
അപ്പോൾ എല്ലാം നിങ്ങളെ പരമാവധി നമ്മൾ കാണിക്കുന്നൊരു ചേട്ടൻ്റെ ബേഡ്സുകളൊക്കെ. അപ്പോൾ ഇതിലൊരു ടൈൽ മാർക്ക് പോലത്തെ കളറാണ് ഫാൻറ്റിൽ വീണേക്കണത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ബേഡ്സുകളാണല്ലേ? അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്തതിനകത്ത് കാണാം. ഇതേട്ടാ സാധനം കേട്ടോ, ഇത് റിംഗ് ഡൗ അല്ലേ? ഇതൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കണേ വരാം. ഇവർക്ക് നമ്മൾ ഇതൊക്കെ ബ്രീഡിംഗ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തല്ലേ? ഒരു വെറൈറ്റി ആയിട്ടല്ലേ ബ്രീഡിംഗ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തേക്കണേ? ഇതേതാണ്? ഇത് റിംഗ് ഡൗ തന്നെയാണ്. ഇത് വൈറ്റ് റിംഗ് ആണെന്ന് തോന്നല്ലേ വന്നേക്കണത്? പെയ്ഡ് കളറാണ്. അപ്പൊ ഇത് വെറൈറ്റി ആയിട്ടാണ് കേജൊക്കെ സെറ്റ് ചെയ്തേക്കണേ. ഇതൊക്കെ ഇപ്പൊ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ ഇതൊക്കെ നോക്കി പഠിച്ചെടുക്കാല്ലേ? അത്രയും നമുക്ക് കോസ്റ്റ് വരൂലേ ഇതിനൊന്നും. അപ്പൊ ഇവിടെ കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യും അല്ലേ? അപ്പൊ ഈ റിംഗ് ഡൗ അപ്പൊ 2 പേരുണ്ട്. അതുപോലെ ഡയമണ്ട് ഒരു 2-3 പേര് കിടപ്പുണ്ടല്ലേ? അപ്പൊ അവരെയൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാം. ഇതൊരു ഡയമണ്ട് അവന്റെ ഒരു പേരാണല്ലേ? ഇവർ എഗ് ചെയ്തേ ഇവിടെ? ഇല്ല, അവരെ കൊണ്ടുവന്നിട്ട് എഗ്ഗിനുള്ള ആയി വരുന്നേ ഉള്ളൂ. ഇവർക്ക് നല്ല സെപ്പറേറ്റ് സെറ്റപ്പ് ആയിട്ടല്ല ചെയ്തെടുത്താണ്. അതെ, അത് പണ്ട് നമ്മള് വെള്ളയിലിയ വളർത്തിയ കാലത്തുള്ള ഒരു ബ്രീഡിംഗ് ബോക്സ് ആണ്. അതിന്റെ നമ്മള് പുല്ലൊക്കെ ഇട്ട് കൊടുത്തേക്കാണല്ലേ? പുല്ലൊക്കെ കയറ്റിട്ടുണ്ട്, ഉടനെ മുട്ടയിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും മാതൃകയൊക്കെ ഈ ചെലവ് കുറഞ്ഞ രീതികളൊക്കെ ചെലവ് പരീക്ഷിച്ച് വിജയിച്ചുകൊണ്ടാണ് ചേട്ടൻ നമുക്കെല്ലാം പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് അടുത്തതിനൊക്കെ ഒന്ന് കാണാം. അപ്പൊ ചേട്ടൻ്റെ റിംഗ് ഡൗവിന്റെ അടുത്ത പേരാണല്ലേ ഇത്? അതെ, ഇവര് പേര് കൂടി ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇനി സെറ്റ് ആക്കണം. ഇവരിപ്പോ ബ്രീഡിങ്ങിന് ആയിട്ടുണ്ട് തോന്നല്ലോ. ഒരാൾ അവിടെ മെയിലും മുകളിലൊക്കെ ഉണ്ട്. ഇതിപ്പോ എത്ര പേരാണ്? 2 പേരാ? ഇതിപ്പോ മൊത്തം നമ്മുടെ 10 പീസ് കിടപ്പുണ്ട്. 10 പീസ് കിടപ്പുണ്ട്. ഇതിന്റെ അത്ര 3 പേരുണ്ടല്ലേ? ഇതിപ്പോ ചേട്ടത്തിലൊക്കെ 2 ഹോമേഴ്സ് ആണല്ലേ ഇതല്ലേ? ഇപ്പൊ നമ്മുടെ ഫാൻറ്റിയുടെ സ്റ്റിപ്പർ അല്ലേ ആളല്ലേ? മെയിലാണ്. ഇതിന്റെ ഫീമെയിലോടൊപ്പം കഴിഞ്ഞ ദിവസം ചത്തുപോയി. അതെന്തുപറ്റി? അത് നേരം എടുത്തപ്പോൾ ചത്ത് കിടക്കുന്നു. അച്ഛനും കുഞ്ഞും കൂടി ഇരിക്കുക. അച്ഛനാണ് കുഞ്ഞിനെ തീറ്റ കൊടുത്ത് വളർത്തുന്നത്. അച്ഛൻ നോക്കുന്നുണ്ടല്ലോ നന്നായിട്ടല്ലേ? ഒരു കുഴപ്പമില്ല. ഒരു കുട്ടിയല്ലേ അവർക്ക്? ഒരു കുട്ടിയാണ്. ഇപ്പൊ ഇവിടെ വേറെ കുട്ടികളൊക്കെ നമ്മളിപ്പോ സെയിന് കാണിച്ചാലോ? അവരുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ? ഒരു ഫസ്റ്റ് പെയറിംഗ് ആയിരുന്നു. ഫീമെയില് ചത്തുപോയി. അപ്പൊ അപ്പുറത്തേക്ക് കിങ്ങൊക്കെ കിടക്കണത് കിങ്ങാണ്. അതും സെയിനുള്ള ബേഡാണ്. സെയിനുള്ളതാണ്. നമുക്ക് അതിനൊന്ന് കാണാം. അപ്പൊ ഈ പേര് കൊടുക്കാനുള്ളതാണ് കിങ്ങിന്റെ. ഇപ്പൊ എന്തൊരു കൊടുക്കും കുടിച്ചേട്ടാ? 4 രൂപ കൊടുക്കും. ഈ റൈറ്റ് സൈഡിൽ മെയിലാണല്ലേ? ലെഫ്റ്റ് സൈഡിൽ ഫീമെയില്. അത്യാവശ്യം നല്ല സൈസുള്ള ബേഡാണല്ലേ? സൈസ് നല്ല ഷേപ്പ് ഒക്കെ ഉള്ള ബേഡാണ്. 3-4 പപ്പീസ് ഉണ്ട് വെറൈറ്റീസ് ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം. ഇതെപ്പോ ചേട്ടാ ഗോൾഡൻ കളർ കൊടുത്താണ്. ആ വൈറ്റ് സൈഡിലുള്ളതാണ്. ഇത് സെയിൽ ആയതാണ്. ഈ ഗോൾഡൻ സൈഡ് വൈറ്റ് പപ്പി കൊടുക്കാനുള്ളതല്ലേ? അപ്പൊ ഇവരൊക്കെ ചിലപ്പോ എത്ര രൂപ കൊടുക്കുക ഈ കുട്ടികളൊക്കെ? 5000 വെച്ച് കൊടുക്കുന്നത്. പീസ് 5000 രൂപ അല്ലേ? ഒരു മെയിലും കൂടിയാണ് കൊടുക്കാൻ. ഇത് മെയിലായിരുന്നാ? ഫീമെയിലാണ്. അത് സെയിലായി. അപ്പൊ ഇവരൊക്കെ ഏതാണ്? മിനിയേച്ചർ തന്നെയാണ് ഇത്? ഇതെല്ലാം മിനിയേച്ചർ ആണ്. ഇത് ഫ്ലൈൻ ഡക്ക് ആണ്. ഫ്ലൈൻ ഡക്ക് ആണല്ലേ? മെയിൽ മാത്രമല്ല, ഇപ്പൊ ഫീമെയിൽ ഇല്ലല്ലേ? പോയി. ഇവരിവിടെ വേണ്ട തീറ്റകളും കാര്യങ്ങളൊക്കെ ഇവര് കൊത്തി തിന്നോളൂ അല്ലേ? ഈ കോഴികളൊക്കെ അല്ലേ ഇവിടെ തീറ്റത്തിനായിട്ട് നടക്കണല്ലേ? കൊച്ചിൻ പാൻറ് അല്ലേ? ഇത് നമ്മുടെ നാടൻ കോഴിയാണല്ലേ? ഇത് കൊച്ചിൻ പാൻറ്റോ അല്ലേ? ഇത് മെയിലും ഇത് ഫീമെയിൽ അല്ലേ? 2 ഫീമെയിൽ ഉണ്ടല്ലേ? ഇവര് എഗ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഇപ്പൊ ഗോതമ്പ് നമ്മൾ കഴുകി ഉണക്കാൻ വെച്ചേക്കാണല്ലേ? ഈ കൂടുകളൊക്കെ ചേട്ടൻ ഉണ്ടാക്കുന്ന കൂടുകളാണല്ലേ? അപ്പൊ ഈ കൂടി ഇപ്പൊ എത്ര സൈസ് ചേട്ടാ? ഇത് 3 അടി നീളം, 2 അടി വീതി, 2 അടി പൊക്കം. 3 അടി വീതി, 2 അടി ഹൈറ്റ്, 2 അടി തള്ളു, 2 അടി വീതി. ഉള്ളും 2 അടിയാണല്ലോ വന്നല്ലേ? ഇതിപ്പോ എന്തോരൊക്കെ ഇങ്ങനത്തെ ഒരു കേജ് ചേട്ടൻ കൊടുക്കാം? 1300 രൂപ. 1300 രൂപ. ഈ 3-2 സൈസ് കൂടിന്. ഇപ്പഴത്തിരിക്കണേ മുമ്പളാ 750. ഡോറൊന്നും വെച്ചിട്ടില്ല, ഡോറ് വെക്കാനുള്ള. ഇതിന്റെ അലൂമിനിയത്തെ ഡോറും കാര്യങ്ങളൊക്കെ ഇതിൽ വരും അല്ലേ? 2ക്ക് 1.5 ആണല്ലോ ഇത്? അതായത് 2 അടി നീളം, 1.5 അടി, 1.5 അടി പൊക്കം. 1.5 അടി പൊക്കം. അപ്പൊ ഇതൊക്കെ കാടൊക്കെ ഉള്ള സെറ്റപ്പാണ് ഇത്? അത് നേരത്തെ കാട വളർത്തിയിരുന്ന ഒരു ചെറിയ കൂടാണ്. ഗോമ്പണക്കാണ്. നമ്മളിപ്പോ എല്ലാം കഴുകി വൃത്തിയാക്കി കൊടുക്കണം അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കുന്ന കൂടുകളാണ്, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂടുകളാണ്. ഇതിപ്പോ എത്ര സൈസ്? ഇത് 1.5 അടി നീളം, 1.5 അടി വീതി, 1.5 അടി പൊക്കം.
ഇതെല്ലാം 1.5 സൈസാണല്ലേ? അതെ, ഇത് ഒരു പേര് ഫിഞ്ചസ് അല്ലെങ്കിൽ ഒരു പേര് ലവ് ബേർഡിനെ അതിനൊക്കെ ഇടാൻ പറ്റിയ സെറ്റപ്പ് ആണല്ലേ? 500 രൂപ ഒരു കേജി. ഒരു കേജി 500 രൂപ. ഇതൊക്കെ ഇവിടെ തീറ്റ ഞാൻ മറ്റൊക്കെ ഇട്ടുള്ള കാടാപ്പികളും അമ്പലവരെയൊക്കെയാണല്ലേ? അതെ, ഇത് നമ്മുടെ അമ്പലപ്രാവാണ്. ഇവിടുത്തെ സ്ഥിര അന്തേവാസികളാണ്. സ്ഥിര അന്തേവാസികളാണ്. അതെ, ഇവർക്ക് നമ്മളിങ്ങനെ തീറ്റ ഇട്ട് വരുമ്പോൾ അവരിങ്ങനെ കംപ്ലീറ്റ് ദിവസം ഒരു 10-200 പേര് എങ്ങനെയും വരുമല്ലേ? തീർച്ചയായും വരും. ഈ മരത്തിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേര് മേളിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്നുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഇറങ്ങാത്ത ആൾക്കാർ. എന്നാലും ഒരു 19 പേരൊക്കെ ഇപ്പോൾ താഴത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേരുണ്ട്. വേണ്ട കോഴികളും ഒരു വേസ്റ്റ് ഇവിടെ വേസ്റ്റായിട്ട് പോകുന്നില്ല, ഒരു ഗോതമ്പ് പോലും അല്ലേ ഏട്ടാ? ഇവിടേക്ക് ഷീൻ്റെ മുകളിലൊക്കെ പ്രാവുണ്ടല്ലേ? ആ മഹേഷേട്ടാ, അപ്പോൾ നമ്മൾ ചേട്ടനെ പരിചയപ്പെടുത്തി, ചേട്ടൻ്റെ ബേഡ്സിലൊക്കെ കാണിച്ചു, പപ്പീസിനെ കാണിച്ച്, ഇവിടെ ഗോതമ്പും അതുപോലെ ചേട്ടൻ ഉണ്ടാക്കുന്ന കൂടുകളും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ പരിചയപ്പെടുത്തി. അപ്പോൾ ചേട്ടൻ്റെ അപ്പം ഇനി ഭാവിയിലേക്ക് ഇനി എന്തെങ്കിലും പ്ലാനോ ഇനി എന്തെങ്കിലുമൊക്കെ ഇനി മാറാൻ എന്തെങ്കിലുമൊക്കെ ചേട്ടൻ്റെ പ്ലാനുണ്ടോ? ഇനി എന്തെങ്കിലും ഇനി വളർത്തി തുടങ്ങണമെന്നുള്ള താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ടോ? ഇനി നമ്മൾ എല്ലാം വളർത്തിക്കൊടുക്കുന്നതാണ്. പിന്നെ നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വർഷകാലത്ത് ഭയങ്കര മുട്ടപ്പം വെള്ളം വരും. നമ്മുടെ മഴക്കാലം ആകുമ്പോൾ നിറച്ച് വെള്ളം ഒരിക്കും ഇവിടെ. പനിയുള്ളൂ. അപ്പോൾ നമുക്ക് കൂടെ തീറ്റ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ ഇത് നമ്മൾ നല്ല രീതിയിലൊക്കെ ഷെഡൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്ക് അതിനൊക്കെ ആക്കി നല്ല ഇപ്പം നമ്മൾ വീട് കോമ്പൗണ്ട് മൊത്തം ഇങ്ങനെ കറങ്ങിയാണ് തീറ്റ കൊടുക്കുന്നത്. വർഷകാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചേട്ടൻ്റെ കോമ്പൗണ്ട് നോക്കിയാൽ എല്ലായിടത്തും കൂടുകളാണ്. നമ്മളിപ്പോൾ എങ്ങോട്ട് നോക്കിയാൽ എല്ലായിടത്തും കൂടുകളാണ്. എല്ലാം ഇവിടെ ആയാലും ബാക്ക് സൈഡ് ആയാലും ചുറ്റും കൂടുകളാണ്. ഫണ്ടില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല ഷെഡൊക്കെ അടിച്ച് നല്ല സെറ്റപ്പൊക്കെ ആക്കാം. അപ്പൊ നമുക്കപ്പോൾ ഭാവിയിൽ നല്ലൊരു ഫാമൊക്കെ നടത്തി നമുക്ക് ചേട്ടനെ കാണാൻ പറ്റണം അല്ലേ? അതുകൊണ്ട് നമുക്ക് ഉയർന്ന ചേട്ടനൊക്കെ. അപ്പൊ ചേട്ടനപ്പോൾ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾക്ക് അതേപോലെ ഇവിടെ മെയിനായിട്ട് ഒരു അസുഖങ്ങൾക്ക് ചേട്ടൻ എന്തെങ്കിലും പ്രത്യേകിച്ച് മരുന്നുകൾ നോക്കുന്നുണ്ടോ? മരുന്നായാലും നമ്മളിപ്പോ മെഡിസിൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു വ്യക്തി കൊടുക്കുന്ന മെഡിസിൻ ആയിരിക്കുന്നത് വേറെ വ്യക്തി കൊടുക്കുന്നത്. അതെ അതെ. നമ്മളിപ്പോ ഒരു പറയുമ്പോൾ ഒരു അങ്ങനെയുള്ള ഇങ്ങനെയാണെന്ന് പറയും. സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യും. ഇപ്പൊ നമ്മുടെ കൂടുതൽ പറ്റുന്ന മെഡിസിൻ ചേട്ടൻ്റെ കൂടുതൽ പറ്റണത്. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ മാറുന്നതനുസരിച്ചും മറ്റൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. മെയിനായിട്ട് വന്ന് വേനൽക്കാലത്ത് ഫോക്സ് വരും. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. നല്ല ചൂട് വരുമ്പോൾ ഫോക്സ് വരും. പിന്നെ ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ഒരു ചൂട് ഇവിടെ എത്ര ഒന്നും അനുഭവപ്പെടുന്നില്ല. നമ്മളൊരു ഉച്ചക്ക് വന്നാണെങ്കിലും നമുക്കൊരു ചൂടോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. ഞാൻ ആദ്യം വന്നപ്പോൾ നല്ല അട്ടി ഉച്ചക്കാണ് എത്തിയത്. അപ്പോൾ നമുക്ക് വല്ല ചൂട് അനുഭവപ്പെടും. ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ കേജുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ആൾക്കാർ ചോദിച്ച് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കേജുകളും കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയുള്ള ഒരു കേജ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ മെഷ് ബെൻഡ് തന്നെ കൂടാണല്ലോ. അപ്പോൾ അവിടെ മുകളിലത് കേടായി പോകും. അപ്പൊ മെഷും കൂടും കാര്യങ്ങളൊക്കെ വേണ്ട ആൾക്കാർ ഇവിടെ വന്ന് എടുക്കണം. അപ്പോൾ പല ആൾക്കാരും മേടിക്കണം. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കേജിനേക്കാൾ കൂടുതൽ നമുക്ക് വണ്ടിയിലൊക്കെ കയറ്റി വിടാൻ ചാർജ് വരും. അതിന് കൂടുതൽ ആൾക്കാർ വന്നെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ ബൈക്കിനെ കുറേ സുഖമായിട്ട് കെട്ടി വെച്ചിട്ട് പോകാൻ അത്യാവശ്യം ചെറിയ കൂടുതലൊക്കെ കെട്ടി വെച്ച് കൊണ്ടുപോകാം. ഞാനും കൊണ്ടുപോയി കൊടുക്കാറൊക്കെ ഉണ്ട്. ചേട്ടൻ കൊണ്ട് എത്തിച്ചു കൊടുക്കലുണ്ട്. അത്യാവശ്യം അടുത്താണ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് വിളിക്കുവാണെങ്കിൽ ചേട്ടൻ എങ്ങനെയൊക്കെ യാത്ര പോവുകയാണെങ്കിൽ എത്തിച്ചാൽ കൊടുക്കുമല്ലോ. അപ്പൊ ഞാനപ്പോ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തന്നെ 2 പേർ ഇഷ്ടപ്പെട്ട 2 പേർ ആൽമണ്ട് കുട്ടികൾ അവർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ആകെ ചേട്ടൻ എനിക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നേക്കണം. അതേപോലെ നിങ്ങൾക്കും നല്ല അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ ചേട്ടൻ ബേഡ്സ് എല്ലാം കാര്യങ്ങളൊക്കെ തരിക. എല്ലാവരും പ്രാവ് വളർത്തുന്ന പോലെ തന്നെ നമ്മൾ വളർത്തുന്നത്. ഇനി നമ്മുടെ ഇവർക്ക് ഇനി എന്തെങ്കിലും ഉപദേശമായിട്ട് ചേട്ടൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഈ പ്രാവിന് ഇപ്പൊ പ്രാവിന്റെ വിലയും കാര്യമൊക്കെ പറ്റി ഇടിഞ്ഞെടുക്കുകയെന്ന് പറഞ്ഞ എല്ലാവരും പ്രാവളത്തിലൊക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കായിട്ട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാണ്ട് വരുന്നത്? പ്രായമേഖല എന്ന് വെച്ചാൽ നമ്മൾ അറിയാലോ, നമ്മൾ ജനിച്ചു വീണവൻ വളർത്തി തുടങ്ങിയത് ഒരിക്കലും നിർത്തത്തില്ല. അതിനൊരു സ്പിരിറ്റ് ഉണ്ട്. പിന്നെ ഇടയ്ക്കൊരു ലോക്ക്ഡൌൺ സമയത്ത് അറിയാമല്ലോ, എല്ലാവരും കാശ് മോഹിച്ച് ബ്രീഡിങ്ങിലോട്ട് ഇറങ്ങിയ ആൾക്കാരാണ്. അവരൊക്കെ നിർത്തി പോകത്തുള്ളൂ. അല്ലാണ്ട് ഇതിനെ ഒരു ക്രൈസ് ആയിട്ട് കണ്ടെത്തിക്കാൻ ഒരാൾ നിർത്തില്ല. നമ്മൾ മരിക്കും വരെ എന്തെങ്കിലും ഒരു സാധനം ഗുണം തീർച്ചയായും. അത് ഏത് പ്രാവശ്യം ചെയ്യുന്നത് അതെങ്ങനെ മരിക്കുന്നവരെ നമ്മുടെ കൂടെ പറ്റുന്ന കിടന്ന് നോക്കും. ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്ത് ചേട്ടൻ ഇത്രയൊക്കെ സമയങ്ങളൊക്കെ അനുവദിച്ചു മറ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച് തന്നു ചേട്ടന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ ഇനി അടുത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ ആരെങ്കിലൊക്കെ വിളിക്കുകയാണെങ്കിൽ മറ്റൊക്കെ ഞാൻ ചേട്ടനായിട്ടായിരിക്കും കൂടുതലും ബന്ധപ്പെടുക. ഇപ്പോൾ എനിക്കിപ്പോൾ എന്തെങ്കിലും ഫാൻറ്റിനും കാര്യമൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ കൂടുതലും ചേട്ടനെ വിളിച്ചേക്കണേ. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. കണ്ടേക്കണ ആകെ 2 വട്ടമുണ്ട്. വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ മഹേഷൻ്റെ കൂടുകളുണ്ട്. മഹേഷനെ പരിചയപ്പെട്ട് ഇവിടെയുള്ള പപ്പീസിനെ കൊടുക്കാൻ റേറ്റും കാര്യങ്ങളൊക്കെ എന്നോട് എല്ലാം വളരെ വില കുറച്ചാണ് ചേട്ടൻ കൊടുക്കുന്നതും. അതുപോലെ നമ്മളിപ്പോൾ ചോദിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിന് ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ മിസ് കോൾ കണ്ടാൽ ചേട്ടാ അപ്പം തന്നെ ചേട്ടൻ തിരിച്ചു വിളിക്കും. അതുപോലെ എന്ത് ആവശ്യത്തിനും നമുക്ക് ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. എന്ത് ആവശ്യത്തിനും ചേട്ടനെ വിളിക്കാം. എന്തിനും നല്ലൊരു സഹകരണവും കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ ഭാഗത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക്
ചേട്ടൻ്റെ നിങ്ങൾക്കിപ്പോൾ പ്രാവളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ഫാൻറ്റലിൻ്റെ എന്ത് ഫാൻറ്റലാണ് വേണമെങ്കിൽ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ആ ഫാൻറ്റിൽ നമുക്ക് എത്തിച്ചേരലും അല്ലാതെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ചേട്ടനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരിലേക്കും സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും നിങ്ങൾ വീഡിയോസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.